ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. ഇതെന്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും, അതായത് ലോങ് വീഡിയോ. ഒന്നുമില്ല, ഇന്നൊരു അവധി ദിവസമാണ്. മാത്രമല്ല എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് പീരിയഡ്സ് ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഈ മുടിയൊക്കെ കെട്ടാം. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം മുടിയൊക്കെ ഒന്ന് ചീക്കി കെട്ടിയ ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. അപ്പൊ ആദ്യം അത് തന്നെ ചെയ്യാം. ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ചീപ്പാട്ടാ. ഈ ചീപ്പ് മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ. ഞാൻ ഇന്നലെ തലയിൽ ഒരുപാട് ഓയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തലമുടി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഓയിലൊന്നും ചെയ്യുന്നില്ല. ഒന്നും കൂടി നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് കളയാന്ന് വിചാരിച്ചു. എനിക്ക് നല്ലോണം മുടി പോകണുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, സ്ട്രെസ്സൊക്കെ കൊണ്ടാണ്. കഴിഞ്ഞ മാസം എനിക്ക് അത്ര നല്ലതല്ലായിരുന്നു, ജനുവരി ഫസ്റ്റ്. അതുകൊണ്ട് തന്നെ ആ മാസത്തെ ടെൻഷനും അതും ഇതിന്റെയൊക്കെ ആഫ്റ്റർ എനിക്ക് ഈ മാസമാണ് കിട്ടിയത്. കാരണം എന്റെ പീരിയഡ്സ് ലേറ്റ് ആയി, ഇതുപോലെ തന്നെ ഉറക്കമൊന്നും ശരിയായില്ല, മര്യാദക്ക് ഫുഡൊന്നും കഴിച്ചില്ല, അതുപോലെ തന്നെ ഈ മുടിയൊക്കെ നല്ല രീതിക്ക് പോകാൻ തുടങ്ങി. എല്ലാം ശരിയാവും. ഇനി നമുക്ക്, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഞാൻ എന്റെ ഐബ്രോസ് രാവിലെ തന്നെ ഫില്ല് ചെയ്യുന്നത് കേൾക്കുമ്പോൾ ചിലർക്ക് കുറച്ച് അരോചകമായിട്ട് തോന്നാം. കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് കോൺഫിഡൻസ് തരില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പല്ലൊക്കെ മുമ്പേ ഞാൻ ആദ്യം ചെയ്യണത് ഈ ഐബ്രോസ് ഫില്ല് ചെയ്യണ പരിപാടിയാണ്. ആളുകൾക്ക് ഇത് കേൾക്കുമ്പോഴേക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നാം. എന്താണ് ഈ കൊച്ചിങ്ങനെ എണീച്ച് വരുമ്പോ തന്നെ ലിപ്സ്റ്റിക് ഇടുന്നൊക്കെ ഇല്ല. ഞാൻ എന്തോ ഇത് ശീലിച്ചു പോയി. ഓക്കെ, നമുക്ക് പോയി പല്ലേക്കാം. സാധാരണ ഞാൻ പുറത്തുനിന്ന് പല്ലേക്കണം, പക്ഷെ ഇന്ന് പുറത്ത് ആരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കേസ്. നമുക്ക് ഇവിടെ അകത്ത് കൂടിയൊക്കെ നടന്നൊന്ന് പല്ലൊക്കെ തരാം. എന്നിട്ട് അവര് പോയി കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തു പോവാം. ഇനി വേറെ പരിപാടിയൊന്നുമില്ല കേട്ടാ. കുറച്ചു നേരം നമുക്ക് ഇനി ഇവിടെ നിന്ന് വെയിലൊക്കെ കൊള്ളാം. ഞാൻ രാവിലെ ചായ കുടിക്കുന്ന ഒരു ശീലമില്ല, അല്ലെങ്കിൽ പിന്നെ ചായ കുടിച്ചിരിക്കായിരുന്നു. വെയിൽ ഇത്തിരി അധികം കഠിനമല്ലേന്ന് ചോദിച്ചാ ആണ്. എന്നാലും കുഴപ്പമില്ല. ഞാൻ ചായ കുടിക്കാറില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. ഞാൻ ചായ കുടിക്കുന്നത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴേക്കും, ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ കടയിൽ പോയാൽ ചായ കുടിക്കാറ്. ഇത് ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ നമ്മളിങ്ങനെ വീട്ടിൽ ചായ വെച്ച് കുടിക്കണ പരിപാടിയൊന്നുമില്ല. ഇടക്ക് കടയിൽ നമ്മ ചായ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ കഴിക്കും. അതല്ലാതെ എല്ലാരും പുറത്തുനിന്നൊക്കെ ചായ കുടിച്ചാൽ കുടിച്ചതല്ലാതെ നമ്മളങ്ങനെ വീട്ടിൽ വെച്ചിട്ട് ചായ കുടിക്കാറില്ല കേട്ടോ. അങ്ങനെ കുറച്ചു നേരം ഞാനിങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ നമ്മുടെ വീട് റോഡ് സൈഡ് ആയതുകൊണ്ട് 10 പേരുടെ കണ്ട് കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അകത്തേക്ക് പോവാം. ഓക്കെ, നേരത്തെ നമ്മുടെ വീട്ടിൽ ഒരുപാട് ചെടികൾ ഉണ്ടായിരുന്നു കേട്ടാ. വീട് കാണാൻ പറ്റില്ല, അതേപോലെ പച്ച കളറായിട്ട് നിൽക്കണായിരുന്നു. കൊറിയറൊക്കെ വരുമ്പോ ഞാൻ അതാണ് അടയാളം പറയാറ്. ഇപ്പൊ നമ്മുടെ വീട്ടിലെ ചെടിയൊന്നുമില്ല. ഇപ്പൊ ആകെ ഉള്ളത് ഇതൊക്കെയാണ്, പഴയ പണ്ട് കാലത്തെ ചെടികൾ. കനകാമ്പരം വരാതെ വരുന്നില്ല. നേരെ നമ്മുടെ വീട്ടില് ഗാർലിക് പെയിൻ ഉണ്ടായിരുന്നു ഇവിടെ പൊക്കത്ത്. അതങ്ങോട്ട് നിറഞ്ഞു നിൽക്കും. വീട് ഫുൾ ഒരു ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോ ആ പൂ കൊണ്ട് നിറഞ്ഞു നിൽക്കുമായിരുന്നു. ഇന്ന് ഒരു പണിമുടക്ക് ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് സൊമാറ്റോ, സ്വിഗ്ഗി ഒക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ നമുക്ക് ബ്ലിങ്കിറ്റോ ഇൻസ്റ്റമാർട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കാം. കാരണം എനിക്ക് വയറായി എടുക്കുന്നത്. ഇതാണ് എന്റെ റൂം. ഇതാണ് ഞാൻ എന്റെ നേരത്തെ വർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് റിസൈൻ ചെയ്തപ്പോൾ എനിക്ക് സർപ്രൈസ് ആയിട്ട് അവിടെ ഉള്ളൊരു കുട്ടി തന്നതാണ്, സ്വാലി. ഇതൊരു താമരപ്പൂവാട്ടോ. എനിക്കൊരു 4 വർഷം മുന്നേ, 3 വർഷം മുന്നേ ഒരു കുട്ടി തന്നതാണ്. ഞാൻ ഡാൻസ് പ്രോഗ്രാമിന് വീട്ടിൽ പോയതാണ് ഒരു കല്യാണത്തിന്. അപ്പം ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടി കൊണ്ടുവന്ന് എനിക്ക് തന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചേക്കുന്ന ആ ഓർമ്മയ്ക്ക്. ഇപ്പൊ ഒരു 3 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അതെ, ഈ ബുക്ക് എനിക്ക് എന്റെ ബർത്ത്ഡേക്ക് കിട്ടിയതാണ്. ഇടയ്ക്കൊക്കെ ഇരുന്ന് വായിക്കും. ഇതുവരെ ഫുൾ വായിച്ചിട്ടില്ല. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇപ്പൊ 1 വർഷം ആവാൻ പോകുന്നു. അതേപോലെ തന്നെ ഈ ബുക്കും, ഇതിന്റെ ഒരു ബുക്കും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വെറുതെ ഇരിക്കുമ്പോഴേക്കും ഈ ബ്ലിങ്കിറ്റിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിക്കാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ വശത്തേക്ക് ഞാൻ നോക്കാറില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ എനിക്ക് ഒരു ബർത്ത്ഡേക്ക് ഇതുപോലെ ഒരു ആരാച്ചാർ, KR മീരയുടെ ഒരു ആരാച്ചാർ എന്ന് പറഞ്ഞ ബുക്ക് കിട്ടി. അതേ ഫുൾ വായിച്ചിട്ട് അതിപ്പോ എന്റെ കയ്യിലില്ല. ഒരു ബുക്ക് കാണാനില്ല. ഞാനത് അന്വേഷിച്ചിട്ടില്ല. അത് കുറച്ച് ദിവസമായി കാണാതെ ഇരുന്നിട്ട്. കുറച്ച് ദിവസമല്ല, മാസങ്ങളായി കാണാതെ പോയിട്ട്. പിന്നെ ഇതേ ഞാൻ നോക്കാറില്ല. പിന്നെ എന്തിനാ അത് നോക്കണമെന്ന് വിചാരിച്ച് ഞാൻ മൈൻഡ് ചെയ്തില്ല.
ഞാൻ ബ്ലിങ്കിറ്റിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അത് വന്നിട്ട് അത് കഴിക്കാം. ബ്ലിങ്കിറ്റിൽ പേയ്മെന്റ് ചെയ്യാതെ കാർട്ടിലിട്ട് ഇട്ടേച്ചതാണ്. അതിൽ വന്നു കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. ഇതൊരു കുഞ്ഞൻ ഐസ്ക്രീമും പിന്നെ ഈ ഒരു കിറ്റ്കാറ്റിന്റെ പാക്കറ്റോട്ട് വാങ്ങിയത്. ഇത്രയും ചെറിയ ഐസ്ക്രീം എന്താന്ന് വെച്ചാൽ ഞാൻ അധികം മധുരം കഴിക്കാത്ത ഒരാളാണ്. എനിക്ക് മധുരം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിക്കാറില്ല മധുരം തീരെ. പീരിയഡ്സിന്റെ സമയത്ത് മാത്രം ഇതേപോലത്തെ പാക്കറ്റ് മിഠായികൾ വാങ്ങിച്ച് കഴിക്കും. പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ദിവസം ഐസ്ക്രീം കഴിക്കണമെന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ്. അതേപോലെ പീരിയഡ്സിന്റെ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ മിഠായികളൊക്കെ കഴിക്കാറ്. അതായത് ഈ 5 സ്റ്റാർ കഴിക്കണത് വേറൊന്നുമല്ല, ഇത് കുറച്ചും കൂടി നല്ല കട്ടിയുള്ളൊരു ചോക്ലേറ്റ് ആയതുകൊണ്ട് അത് ഇച്ചിരി ഇച്ചിരി വെച്ച് കഴിച്ചുകൊണ്ടിരിക്കും. വയറുവേദനക്ക് ഒരു ആശ്വാസം. അങ്ങനെ അമ്മേ കൊള്ളാമോ? നമ്മളൊന്നും വേസ്റ്റ് ആക്കരുത്. ഇത് മറ്റേ ഏതാ റെഡ് വെൽവെറ്റ്. ഇതിന്റെ വിലയും പിന്നെ അതിലെ ഫോട്ടോ കണ്ടപ്പോ ഞാൻ വെച്ച് വലുതായിരിക്കുമെന്ന്. നല്ലതാ. ഇതൊന്ന് കഴിക്കട്ടെ കേട്ടോ. നമ്മുടെ വീട് റോഡ് സൈഡിലാണ്. അപ്പൊ നമുക്ക് ജനലൊന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. പൊടി പറക്കണം നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ലേ? അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഡെയിലി ഈ റൂം ക്ലീൻ ചെയ്യണം, അങ്ങനത്തെ പരിപാടികളാണ്. കാരണം എപ്പോഴും നമുക്ക് ജനൽ അടച്ചിടാൻ പറ്റില്ലല്ലോ. ജനൽ ഇടക്കിടക്ക് തുറന്നിടും. കുറച്ച് ശുദ്ധവായു കയറുണ്ട്, പക്ഷെ ഭയങ്കര പൊടിയാണ്. നമുക്ക് ഫ്രണ്ടില് ജനലൊക്കെ എല്ലാ മാസവും നമ്മള് വെള്ളമൊക്കെ ഒഴിച്ച് സോപ്പ് പൊടിയൊക്കെ ഇട്ട് നല്ലോണം വാഷ് ചെയ്യണം. കാരണം പെട്ടെന്ന് അഴുക്കാവും. നമ്മൾ കണ്ടിട്ടില്ല ഈ റോഡ് സൈഡിലുള്ള കടകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ ഉള്ള സാധനങ്ങളൊക്കെ ഇത് ഭയങ്കരമായിട്ട് പൊടി പിടിച്ച് കിടക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ റോഡ് സൈഡ് തിരക്കുള്ള റോഡിലുള്ളതുകൊണ്ട്. അതേപോലെ തിരക്കുള്ള റോഡായതുകൊണ്ട് നമുക്കിവിടെ ഭയങ്കര പാടാണ്. ഡെയിലി എല്ലാം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കണം. അവിടെ ഒരു ബുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ബുക്കിന്റെ പുറത്ത് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും പൊടി വരുന്നത്. നമുക്കാണെങ്കിൽ ജനൽ തുറക്കാതിരിക്കാനും പറ്റില്ല, അതാണ് അവസ്ഥ. അപ്പൊ ഞാൻ കുറച്ച് അടക്കി പുറക്കലൊക്കെ ചെയ്യാം. വയ്യ, എന്നാലും ചെയ്യാം, കാരണം ഡെയിലി ചെയ്യണതാണ്. കുളിയൊക്കെ കഴിഞ്ഞ് നമുക്കിനി ചോറ് കഴിക്കാം. രാവിലെ തന്നെ ചോറ് കഴിക്കണം. എന്താണെന്ന് വെച്ചാൽ 3 നേരം ചോറ് മാത്രമേ കഴിക്കാറുള്ളൂ കേട്ടോ. ഇപ്പൊ എനിക്ക് വിശന്നിട്ടല്ല, എനിക്ക് മരുന്ന് കഴിക്കാനുണ്ട്, അതുകൊണ്ടാണ് കഴിക്കുന്നത്. ഇതൊക്കെ ആയിട്ട് എന്റെ മരുന്ന്. ആരും പേടിക്കണ്ട. ഇതിൽ ഹോമിയോ, ഇംഗ്ലീഷ്, ആയുർവേദം എല്ലാം ഉണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു ഗുളിക എടുക്കാം. ആദ്യം ഇതെടുക്കാൻ എന്താന്ന് വെച്ചാൽ നമുക്കിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കണം. വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇത് ഫുൾ അലിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കഴിക്കാൻ. ഇത് കഫക്കെട്ടിന്റെ കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. ഞാൻ എപ്പോഴും വയ്യായ്ക വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിക്കണ ആളാണ്. പക്ഷെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഴിക്കുകയില്ല. എന്നിട്ട് വയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉള്ളു. ഇവിടെ ഒരു എലിയുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോ എനിക്ക് പേടിയാവുന്നു. ചെറിയ വെള്ളമുണ്ട്, വല്ല പാമ്പൊക്കെ വന്നാലും ഒരു പേടി. ഈശോയെ. ഇത് വൈറ്റമിൻ ഡി റൈസ് ആട്ടാ. എനിക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുള്ളത് കൊണ്ട് പറഞ്ഞേക്കാണ്. അത് ഓരോ ദിവസം ഇടവിട്ടാണ്. അപ്പൊ ഇന്നലെ കഴിക്കാനാണ്, ഇന്ന് കഴിക്കണില്ല. പാരസിറ്റമോൾ കഴിക്കാറില്ല. എനിക്ക് ഗുളിക കഴിക്കാൻ ഭയങ്കര പേടിയാട്ടാ. ഇതുപോലെയുള്ള വലിയ ഗുളികകൾ എത്ര ചെറുതാക്കാൻ പറ്റും അത്രയും ചെറുതാക്കും ഞാൻ, എന്നിട്ട് മാത്രമേ കഴിക്കുള്ളൂ. എനിക്ക് ഭയങ്കര പേടിയാ. തൊണ്ടയിൽ കുടുങ്ങി ചത്തുപോയാലാ. അത് കഴിച്ചു. ഇതലിഞ്ഞു. ഇതിനൊരു നാരങ്ങ മിഠായിയുടെ ടേസ്റ്റ് ആണ്, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കുറേ സമയം കൊണ്ടാണ് കുടിച്ചു തീർക്കാറ്. എങ്ങനെ വന്നാലും ഇത് കുടിച്ചു കഴിയുമ്പോൾ ഉച്ചയ്ക്കാവും സത്യമായിട്ട്. ഞാൻ മാറ്റി വെക്കും. കാര്യം മധുരമൊക്കെ ആണെങ്കിലും ഒറ്റടി കുടിച്ചാൽ ഛർദ്ദിക്കും. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്ര ഉള്ളു, വേറെ ഒന്നല്ല. ഇന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ ഒരു അവധി ദിവസമാണ്. സോ നമുക്ക് പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല, വീഡിയോസ് ഒന്നും എടുക്കാൻ പോകാൻ പറ്റില്ല, ക്ലാസ് ഇല്ല.
അപ്പം അതുകൊണ്ട് വേറെ ഒന്നും നിങ്ങളെ കാണിക്കാനില്ല. ഇനി കിടക്കുക, ഉച്ചയ്ക്ക് ഇതേ ഫുഡ് തന്നെ കഴിക്കും, കിടക്കും, ഇതൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ അവധി ദിവസം ആയതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ ഭയങ്കര ആക്റ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അത്രേ ഉള്ളൂ. ഇനി ഞാൻ പുറത്തൊക്കെ പോണ ദിവസം അല്ലെങ്കിൽ ക്ലാസ്സിലൊക്കെ പോണ ദിവസം നല്ലൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരാം. ബൈ. ലവ് യു ഓൾ.